നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. അപ്പോൾ ലോകകപ്പിൽ ഫൈനലിൽ അർജൻറ്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ലോക ചാമ്പ്യന്മാരായത്. ലോകകപ്പിൽ മൊത്തം ചില പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. ആ പുരസ്കാരങ്ങൾ ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ റോഡ്രിക്കാണ്. സ്പെയിനിൻ്റെ റോഡ്രി, അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് റോഡ്രി. മികച്ച താരത്തിനുള്ള സിൽവർ ബോൾ മെസ്സിക്കാണ്. രണ്ടാമത്തെ മികച്ച താരത്തിനുള്ള സിൽവർ ബോളാണ്, അത് ലയണൽ മെസ്സിക്കാണ്. മൂന്നാമത്തെ മികച്ച താരം കിലിയൻ എംബാപ്പെ, ബ്രോൺസ് ബോളാണ്. അങ്ങനെ ഗോൾഡൻ ബോൾ പെഡ്രിക്ക്, സിൽവർ ബോൾ മെസ്സിക്ക്, ബ്രോൺസ് ബോൾ കിലിയൻ എംബാപ്പയ്ക്ക്. പിന്നെ ഗോൾഡൻ ബൂട്ട്, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. സ്വാഭാവികമായിട്ട് 10 ഗോളാണ് അടിച്ചത്. മെസ്സിക്ക് 8 ഗോൾ അടിക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ സ്പെയിനിൻ്റെ ഉനൈ സിമോണാണ്. ഉനൈ സിമോൺ ഒരൊറ്റ ഗോളാണ്, ബെൽജിയത്തിനെതിരെ വഴങ്ങിയ ഒരൊറ്റ ഗോളാണ് ഈ ലോകകപ്പിൽ വഴങ്ങിയിട്ടുള്ളത്. മറ്റൊരു ഗോളും വഴങ്ങിയിട്ടില്ല. പിന്നീട് ബെസ്റ്റ് യങ് പ്ലെയർ, അതായത് ഏറ്റവും മികച്ച യുവതാരം, അത് പാവോ കുബാർസിയാണ്. സ്പെയിനിൻ്റെ പാവോ കുബാർസിയാണ്. സ്വാഭാവികമായിട്ടും എല്ലാം അർഹിച്ച പുരസ്കാരങ്ങൾ തന്നെയാണ്. അപ്പോൾ പുരസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ.